വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസുകൾക്ക് ചെലവായ തുക സർവകലാശാലകൾ നൽകണമെന്ന് രാജ്ഭവന്റെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് രാജ്ഭവന്റെ കത്തുപോയി. 2 സർവകലാശാലകളും 5.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് രാജ്ഭവന്റെ ഡിമാൻഡ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ശരിക്കും ഈ കേസിന് പോയത് സർവകലാശാലയുടെ താല്പര്യം തന്നെയാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരം ഒരു ബില്ല് പേ ചെയ്യാൻ കലാശാലയ്ക്ക് ഉത്തരവാദിത്വമുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. സാധാരണ സർവകലാശാല ഫണ്ട് എന്ന് പറയുന്നത് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഒപ്പം ജീവനക്കാരുടെ ശമ്പളം ഒപ്പം റിസർച്ച് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും മാത്രമാണ് സർവകലാശാലയുടെ തനത് ഫണ്ടുകൾ ഉപയോഗിക്കേണ്ടത്. സർവകലാശാല പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC നിയമനം ഹൈക്കോടതി റദ്ദു ചെയ്തതിനെതിരെയായിരുന്നു രാജ്ഭവൻ സ്വന്തം നിലയിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ആ സുപ്രീം കോടതിയിലേക്ക് പോയതിന് പിന്നാലെയാണ് സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനെല്ലാം സുപ്രീം കോടതി തീരുമാനിക്കുന്നതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചിലവായ തുക ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും നൽകണമെന്നാണ് രാജ്ഭവന്റെ ആവശ്യം. 11 ലക്ഷം രൂപയാണ് വക്കീൽ ഫീസ് ഇനത്തിൽ ചിലവായത്. ഇതിൽ 5.5 ലക്ഷം രൂപ ഡിജിറ്റൽ സർവകലാശാലയും 5.5 ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാലയും നൽകണം. ഇത് സംബന്ധിച്ച് കത്ത് രാജ്ഭവൻ ഈ 2 സർവകലാശാല വൈസ് ചാൻസലർമാർക്കും അയച്ചു. സ്വാഭാവികമായി ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാല പണം ചെലവഴിക്കുന്നത് സർവകലാശാലയ്ക്കെതിരെ വരുന്ന കേസുകളും സർവകലാശാലയുടെ നടപടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിദ്യാർത്ഥി ഇടപെടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ടോ അത്തരം കാര്യങ്ങളിലാണ് സർവകലാശാല ഇത്തരത്തിൽ ഫണ്ട് ചെലവാക്കേണ്ടത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് കോടതിയിൽ പോകുന്നത്. സർക്കാർ ഗവർണർ ഒരു കേസാണ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു കേസാണ്. ഈ കേസിലാണ് ഗവർണർക്ക് ചെലവായ തുക സർവകലാശാല നൽകണമെന്നുള്ള ഒരു വിചിത്ര ആവശ്യം ഇപ്പോൾ ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ UGC അംഗത്തെ കൂടി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഈ രീതിയിലാണെങ്കിൽ അതിൻ്റെ ചെലവും ഇനിയും സർവകലാശാലകൾ വഹിക്കേണ്ടി വരും. അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ വഹിക്കേണ്ടി വരും. സാധാരണ ചാൻസലർ എന്ന പദവി എപ്പോഴും ആലങ്കാരിക പദവി എന്ന് വിമർശിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പറയുമ്പോഴും ഈ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തടസ്സം വരുമ്പോഴാണ് ഇത്തരത്തിൽ നിയമ പോരാട്ടങ്ങൾക്കും നിയമ നടപടികൾക്കും സർവകലാശാല ഫണ്ടിൽ നിന്ന് ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സർവകലാശാല. അത്തരത്തിൽ സ്വയംഭരണ സ്ഥാപനമായ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് എടുക്കുന്നത്. സർവകലാശാലകൾക്ക് ഫണ്ട് ലഭിക്കുന്നത് തന്നെ UGC ഫണ്ടും സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്രാൻഡുമാണ്. എന്തായാലും ഈ രീതിയിൽ സർവകലാശാലയുടെ ഫണ്ട് ഈ ഗവർണർ നടത്തിയ കേസിന് നൽകണമെന്നുള്ള ആവശ്യം ഇതിനെതിരെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം സാങ്കേതിക സർവകലാശാലയിൽ ഇത്തരത്തിൽ ഫണ്ട് നൽകണമെങ്കിൽ അതിന് സിൻഡിക്കേറ്റിന്റെ അനുമതി കൂടി വേണം. സ്വാഭാവികമായി സിൻഡിക്കേറ്റിലടക്കം ഈ വിഷയം ചർച്ചയാകാനും സാധ്യതയുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.